താനൂർ നഗരസഭയുടെ പുതിയ ചെയർമാനായി മുസ്ലിം ലീഗിലെ റഷീദ് മോരിയെ തെരഞ്ഞെടുത്തു. 31 വോട്ടുകളാണ് റഷീദ് മോരിക്ക് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് 7ഉം 5ഉം വോട്ടുകളാണ്. മൂന്ന് കാൻഡിഡേറ്റ്സ് മത്സരിച്ചു. PT അക്ബർജി അദ്ദേഹം 5 വോട്ട്സ് കിട്ടി. ദിബീഷ് പി അദ്ദേഹം 7 വോട്ട്സ് കിട്ടി. റഷീദ് മോരിയാജി 31 വോട്ട് കിട്ടി. അദ്ദേഹമാണ് ഇലക്റ്റഡ് ആയി. എന്റെ കോൺഗ്രാറ്റുലേഷൻസ് ടു റഷീദ് ജി. സത്യപ്രതിജ്ഞ. താനൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട റഷീദ് മോര്യ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട താനൂരിൻ്റെ നഗരപിതാവായി ഒരു സന്തോഷവേളയാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ നഗരസഭയെ നല്ല രീതിയിൽ വളരെ വികസിപ്പോൾ നമുക്കറിയാം. താനൂരിനെ സംബന്ധിച്ചിടത്തോളം താനൂരിൻ്റെ ഉദ്ഘാടനങ്ങളെല്ലാം UDFിൻ്റെ നല്ല രീതിയിലുള്ള ഭരണമാണ് നടന്നത്. ആ ഭരണം തുടർച്ചയായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന സർവ്വത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കും. റഷീദ് മോരിക്ക് സാധിക്കട്ടെ. അതിന് സർവശക്തനായ ജഗദീശ്വരൻ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട PP ശംസുദ്ദീൻ മോര്യക്ക് എല്ലാവിധ വിജയഭാവങ്ങളും നേർന്നു നിർത്തുന്നു. അഭിവാദ്യം. നഗരസഭയുടെ ചെയർമാനായി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റഷീദ് മോര്യക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു. താനൂരിൻ്റെ പൂർവ്വകാല ഈ ഭരണരംഗത്ത് മികവ് തെളിയിച്ച ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ഭരണസമിതി അധികാരമേറ്റ ഉടനെ ബഹുമാന്യനായ PP ഷംസുദ്ദീൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ താനൂർ നഗരസഭയുടെ ഭരണസമിതി നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളുമുണ്ട്. പല പദ്ധതികളും പൂർത്തിയായിട്ടുണ്ട്, ചിലത് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് കഴിഞ്ഞകാല നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും അവരുടെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. താനൂരിൻ്റെ രാഷ്ട്രീയ കൊടിനിറങ്ങൾക്കപ്പുറത്ത് താനൂർ എന്ന വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് താനൂരിൻ്റെ സമഗ്ര വികസനമെന്ന സ്വപ്നമാണ് ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തുടർന്നു കൊണ്ടുപോകാനാണ് ഇടക്കാലത്ത് വന്ന ഒരു
ചെയർമാൻ എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നത്. താനൂരിൻ്റെ മനോഹരമായൊരു താനൂർ എന്നതാണ് താനൂരിലെ ഓരോ പൗരൻ്റെയും സ്വപ്നം. കൃത്യമായ വിഷനും മിഷനോടും കൂടി പ്രവർത്തനം നടത്തിയാൽ താനൂരിൽ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറത്ത് താനൂരിൻ്റെ സമഗ്ര വികസനം എന്നത് ലക്ഷ്യം വെക്കുന്ന ആളുകളാണ്. പൊതുജനത്തിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള ഒരു ഭരണസമിതിയാണ് അത്. ഈ പ്രാവശ്യം എന്നല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ താനൂരിൻ്റെ വികസന രംഗത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് വളരെ ജനോപകാരപ്രദമായ വികസന കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ മുൻകാല നേതാക്കളൊക്കെ പ്രവർത്തിച്ച് കടന്നുപോയിട്ടുള്ളത്. ആ പാത പിൻപറ്റിക്കൊണ്ട് ഊർജ്ജസ്വലമായി താനൂർ എന്ന വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തന രംഗത്തുണ്ടാവും. ഓക്കെ, താങ്ക് യു.